എടാ, തിരക്കഥ അനുസരിച്ച് അഭിനയിച്ച് അവൾക്ക് കുശുമ്പുണ്ടാക്കാന്നുള്ളതൊക്കെ വളരെ നല്ല ഐഡിയ ആയിരുന്നു. നീ എന്തിനാണ് പിന്നെ ഇത് അവളോട് തന്നെ പോയി കൊമ്പസരിക്കാൻ പോയത്? കുറ്റബോധം. എടാ, എന്നാ പിന്നെ നിനക്കത് അവിയോടെങ്കിലും ഒന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അവി പറഞ്ഞ് മനസ്സ് പറയുന്നത് എന്തോ അത് ഫോളോ ചെയ്തോളാം. നല്ല ഐഡിയ. ഇങ്ങനെ മനസ്സ് പറയുന്ന ഫോളോ ചെയ്തിട്ടാണ് അറിയാലോ അവൻ്റെ പ്രേമം നല്ല നിലയിലെത്തി നിൽക്കുന്നത്. എടാ, ഈ തിരക്കഥ എഴുതാന്ന് പറഞ്ഞാൽ മണ്ടയിൽ മസാല ഉള്ളവർക്ക് പറഞ്ഞ പണിയാണ്. അതെല്ലാവർക്കും പറ്റില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാം, പക്ഷെ തുമ്പിയെ കൊണ്ട് ഹോളോ ബ്രിക്സ് എടുപ്പിക്കാൻ ശ്രമിച്ചാൽ തുമ്പിയുടെ ആപ്പീസ് കൂട്ടും. അതിനിവിടുന്ന തുമ്പി. എടാ, അതായത് അവനവനെ കൊണ്ട് പറ്റുന്ന പണിയേ ചെയ്യാവുള്ളൂ എന്ന്. ഓ അങ്ങനെ. അപ്പോൾ ഹോളോ ബ്രിക്ക്? ഹോളോ ബ്രിക്ക് ഉണ്ടാ. ഇപ്പം നിന്റെ പ്രശ്നം എന്താണ് അത് പറ. അവള് ദിവ്യ എന്നോട് പഴയ പോലെ സംസാരിക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രയല്ലേ? എടാ, ആണോ അല്ലോ എന്ന് പറഞ്ഞ. ആണ്. ഇതാണോ ആണോ? നീ എന്തിനാ ഇങ്ങനെ പിറുപിറുക്കണ? ഞാൻ ചില കാര്യങ്ങൾ കണക്കൂട്ടായിരുന്നു. കൂട്ടിക്കഴിഞ്ഞാ? കൂട്ടിക്കഴിഞ്ഞു. ഇനി കിഴിച്ചാൽ മതി. ഈശ്വര, മൊത്തം കിളിഞ്ചു പോകാതിരുന്നാൽ മതിയായിരുന്നു. നീ ഇങ്ങനെ സ്വയം സംസാരിച്ചോണ്ടിരിക്കാണ്ട് എന്നോട് കൂടി പറയാടാ. പറയാം. എടാ, ഈ പെൺകൾ. പെൺകളല്ല, പൊണ്ണ്. ഒരു പൊണ്ണ്. ഞാൻ പ്ലൂറലായിട്ട് പറഞ്ഞാൽ നീ സിംഗിളറായിട്ട് എടുത്താൽ മതി. പറ. ഒരു പൊണ്ണ് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, നമ്മളെ അല്ല എന്നെ, നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം അവർക്ക് ഇഷ്ടപ്പെടുന്നത് നിനക്കിഷ്ടപ്പെടണം. ഐഡിയ ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടു, പക്ഷെ കഷ്ടപ്പാടാണ്. എന്ത്? ഒന്നും മനസ്സിലായില്ല. ഇതാണ് കുഴപ്പം. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എടാ, ആദ്യം നീ ദിവ്യയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഇഷ്ടങ്ങൾ നിന്റെ കൂടെ ഇഷ്ടങ്ങളാണെന്ന് അവളെ മനസ്സിലാക്കിക്കണം. അത് അവളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും അവളെ മനസ്സിലാക്കാൻ നിനക്ക് പറ്റും. മനസ്സിലായോ? ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷെ അതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അതിനല്ലേ സുക്രമാമൻ. എന്ത് സാധനം? എടാ, നീ ഫോട്ടോ നോക്കിയിരിക്കാതെ അബൌട്ട് ഇൻഫോ എടുക്കടാ. FB അവളുടെ ലൈക്സ് എടുക്ക്. നീ എവിടുത്തെ കാമുകനാണ്? ഡാൻസ് അവൾക്ക് ഇഷ്ടമാണ്. നിന്നെ കൊണ്ട് പറ്റുമോ? ശ്രമിക്കാം. എന്നിട്ട് അടുത്ത ജന്മത്തിൽ അവളെ പ്രേമിക്കാം അല്ലേ? പെയിൻറ്റിങ് പറ്റുമോ? ഈ മതിലിനെ കടിച്ചാൽ മതിയോ? മതിലിൻ്റെ. എടാ, വൈൽഡ് ലൈഫ് കുഴപ്പമില്ല, വേണ്ട, അവരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. ഗാർഡനിങ്, മണ്ണിലിറങ്ങി ഇച്ചിരി പണിയെടുക്കാൻ പറ്റുമോ പ്രകൃതി സ്നേഹി? ഞാനോ? കിസ്സിങ് സീനാവോ? ആവോ? ഒരുപാട് ടേക്ക് പോവായിരിക്കും അല്ലേ? നിനക്ക് എത്ര ടേക്ക് പോകണം? എത്ര ടേക്ക് പോയിട്ട് ഇപ്പോൾ എനിക്കെന്താ കാര്യം? അത് ശരിയാ, നായക്ക് മുളച്ചിട്ട് അമ്പട്ടിന് കാര്യമൊന്നുമില്ലല്ലോ. ചേട്ടൻ ഇതിനു മുമ്പ് കിസ്സിങ് സീൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നാ? ഭഗവാനെ, ഇതെന്റെ കന്നി കിസ്സിങ് സീനാണ്. മിന്നിച്ചേക്കണേ. നീയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ്, അതിനൊരു മിനിമം അന്തസ്സുണ്ട്. അത് കളയല്ലേ. ജയ, നമുക്കേ വേറൊരു സീൻ എടുക്കാം. അല്ല, അവിടെ ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അത് സാരില്ല, നമുക്ക് വേറെ എന്തെങ്കിലും സീൻ എടുക്കാം. എന്ത് പറ്റി? അപ്പോൾ കിസ്സിങ് സീനില്ലേ? ഷീ ഈസ് നോട്ട് റെഡി ടു ഡു ദിസ്. മനസ്സിലായില്ല. എടോ, അവൾക്ക് സീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ ഉള്ളൂ, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എടാ, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചെയ്യാൻ പറ്റില്ല, അതാ അതിൻ്റെ അർത്ഥം. അല്ല, അതെന്ത് പരിപാടിയാണ്? എനിക്കറിയില്ല. നമ്മൾ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന നേരത്തും ഈ കഥ പറയാൻ നേരത്തൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് ഇപ്പോൾ? ഞാനൊന്നും പറ. ജയ, വി കൻ ഫോഴ്സ്. നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ല. അല്ല, നമുക്കൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. എനിക്കറിയാവുന്ന ഭാഷയല്ല ഞാൻ പറഞ്ഞു നോക്കി. എനിക്കറിയില്ല, അവർ സമ്മതിക്കുന്നില്ല. ഈ നമ്മുടെ സ്ക്രിപ്റ്റിലെ സീൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവട്ടാണെങ്കിലോ? എനിക്കറിയത്തില്ല, എൻ്റെ തല വർക്കാവുന്നില്ല. അടുത്ത സീൻ എന്താ നോക്ക്. ഞാനെന്നാ ജീവനോട് കൂട്ടി ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് വരാം. വന്ന് ഞാനൊരു കിണറ്റിലെ തവളയായിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. ഞാനൊരു കുളത്തിലെ. കുളത്തിലെ? ഏത് കുളത്തിലെ? നീ എന്താ ഉദ്ദേശിച്ച? എടി, നമ്മുടെ ഈ അന്താരാഷ്ട്ര ഇവൻ്റ് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് എൻ്റെ സർഗശേഷിയുടെ കൂമ്പൊടിഞ്ഞു തുടങ്ങി. ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണോ? പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? അതൊന്നുമില്ല. പക്ഷെ നിന്റെ അതേ അവസ്ഥ തന്നെയാണ് എൻ്റെയും. എത്ര വർഷമായി രാവിലെ എണീക്ക് ഓഫീസിൽ പോവാം.
കല്യാണം അടിയന്തര നൂലുകെട്ട് ഉദ്ഘാടനം തേങ്ങ മാങ്ങ ഓഫ്. വൈകുന്നേരം ടയേർഡായിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രഷർ, അതിൻ്റെ ഇടയിൽ ടെൻഷൻ, ചീത്തവിളി, മടുത്തു. അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോടി നീ എന്നെയും കൊണ്ടുപോയി ആ കുഴി ചാടിച്ചത്. ഞാൻ നിന്നെ കൈയും കാലും കെട്ടി കൊണ്ടുപോയതൊന്നുമല്ലല്ലോ. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇതുപോലുള്ള കോംപ്രമൈസുകളാണ് എന്താ പറയുക ഓരോ കലാകാരനും നേരിടുന്ന വെല്ലുവിളി. എൻ്റെ ഈ ഇവൻറ്റിനൊക്കെ ഇത് എഴുതി എൻ്റെ ക്രിയേറ്റിവിറ്റി ശ്വാസം മുട്ടാണ്. ശ്വാസം മുട്ടിയാലും ഭക്ഷണത്തിന് മുട്ടൊന്നുമില്ലല്ലോ. നിന്ദിക്കരുതടാ, നിന്ദിക്കരുത്. കഥ വരുന്നില്ല, കഥ. അതെ, ബാത്റൂം എവിടെയാ? അതല്ല, ഇത് ദീപകല്ലേ? ആ ദീപക്. അല്ല, ദീപകല്ല. ഡാ, നിനക്കെന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ദേ, ഒരു പരിചയമില്ലാത്ത ആളെ കയറി എടാപോടാന്നൊക്കെ വിളിക്കുന്ന സൂക്ഷിച്ച് വേണം. അത് മനസ്സിലായോ? നീ ആകെ മാറിയിട്ടാ. ഹായ്, ഞാൻ നിഷാന്ത്. ഹായ്, ഞാൻ ലക്കി. പിന്നെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? നിന്റെ സിനിമയൊക്കെ എവിടെ വരെയായി? സിനിമ ഹാഫ് ടൈമായി. ഇപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയത്. സെക്കൻഡ് ഹാഫ് തുടങ്ങാറായി. താൻ ചെല്ല്. നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ബുദ്ധിമുട്ടായില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. സോറി, യു ക്യാരിയോ. ഓക്കെ, നിക്ക്, പിന്നെ കാണാം. ഹലോ, നിക്കല്ല, ലക്കി. അത് വിടറി, നക്കി പോട്ടെ. ഉള്ളൊരു കറക്ഷൻ. എന്താ നിന്റെ പരിപാടി? സെപ്റ്റിക്കാവോ? കുറച്ചുകൂടെ കഴിഞ്ഞ ചെടി വളർന്ന് മരമാവും. അതല്ല, മുള്ളു കുത്തി പോയിസൺ അല്ലേ? പിന്നെ സംശയമുണ്ടോ? പുക്കിളിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ആംബുലൻസ് വിളിക്കട്ടെ? ആക്കിയതാണല്ലേ? അല്ലടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലയോ. ആർക്കാ ആംബുലൻസ്? ബേബി ചേച്ചിട്ട് ഒരു കാര്യം, ഈ റോസിന്റെ മുള്ളു കൊണ്ടോ പറയാ സെപ്റ്റിക് ആവും, ആംബുലൻസ് വിളിക്കാന്നൊക്കെ. ഈ ഗാർഡനിങ്ങിനെ പറ്റി ഒരു ധാരണയില്ല. അതിന് ഇരുമ്പ് കമ്പിയൊന്നും അല്ലല്ലോ സെപ്റ്റിക് ആവാൻ. അതിനെ ഞാനും പറഞ്ഞത്. എനിക്കാണെങ്കിലും ഗാർഡനിങ് എന്ന് പറഞ്ഞ ജീവനാ. സെപ്റ്റിക് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാമിന് അത്രയ്ക്ക് ഇഷ്ടമാണോ ചെടികള്? പിന്നെ ബേബി ചേച്ചി, ഇനിയിപ്പോ ഫുഡ് വേസ്റ്റ് ഒന്നും കളയണ്ട കേട്ടോ. നീയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എവിടെ ഫുഡ് വേസ്റ്റ് ആവാൻ? അതല്ല, നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ്, ചായച്ചണ്ടി, ഉള്ളിത്തൊലി, മുട്ടത്തോട്, ഇതൊക്കെ ചെടികൾക്ക് ബെസ്റ്റ് ആണ് അല്ലേ ദിവ്യ? ആണോ? ഈ ജൈവമാലിന്യങ്ങളിലെ ചെടികൾക്ക് ഏറ്റവും നല്ല വെള്ളം. ഗാർഡനിങ് സാമിന്റെ ഹോബിയാ? ചെറുപ്പം തൊട്ട്. ഈ ജീവികൾ കഴിഞ്ഞാൽ ജീവനുള്ള ഒരേ ഒരു ജീവികളല്ലേ സസ്യങ്ങൾ. അവയെ നമ്മളെ തന്നെ സംരക്ഷിക്കണ്ടേ, നമ്മളെ തന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടേ? നമ്മുടെ സഹജീവികളല്ലേ. ദിവ്യക്ക് ഇഷ്ടമല്ല? എനിക്കും പൂക്കളും പൂച്ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ പൂമ്പാറ്റകളോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബട്ടർഫ്ലൈ പാർക്ക് തുടങ്ങാം. ഇവിടെയോ? ടെറസില്. ടെറസിലാകുമ്പോ പൂമ്പാറ്റകൾക്ക് വരാൻ സൗകര്യം. ഇങ്ങനെ കഥക് തുറന്ന് കോണിപ്പടി കേറി മോളി പോണ്ടല്ലോ. ആരൊക്കെ കളിയാക്കിയാലും ഇനി ഇതൊക്കെ എനിക്ക് എന്റെ കുട്ടികളെ പോലെയാ. ഇതെന്താ? ബേബി ഫുഡാ. ബേബി ചേച്ചിയുടെ? എനിക്കുള്ളതല്ല, നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാ. വയറ് നിറച്ച് തിന്നാവുണ്ട്. ഒരു ദിവസത്തെ ഫുഡ് വേസ്റ്റാ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടാ. ചെടി. എന്റെ സൽമാനും സുനിലെന്താ ഇങ്ങനെ നിക്കണേ? 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്? അപ്പൊ ദിവസം വെള്ളം ഒഴിക്കണ്ടേ? നീ എപ്പോഴെങ്കിലും ഒഴിച്ചാ? എപ്പോ? കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയാ? ഒരു മഴ ചാറിയ പോലെ. ഇൻഡോർ പ്ലാന്റ്സിനാണോടാ മഴ? പിന്നെ ഞാൻ എന്തിനാ നിന്നതൊക്കെ ഏൽപ്പിച്ചേ? അല്ല, ഇപ്പൊ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് സൺലൈറ്റ് കൊണ്ടല്ലേ? ഫോട്ടോസിന്തസിസ്. അപ്പൊ എന്താണ് നിന്റെ ലാസ്റ്റ് ഡിസിഷൻ? ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞവി എനിക്ക് ആ സീൻ ചെയ്യാൻ താല്പര്യമില്ല. താൻ കുറച്ചും കൂടി സെൻസുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ല, തന്നോട് കഥ പറയുമ്പോൾ ഈ സീനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ? പറഞ്ഞിരുന്നു. എന്നാ പിന്നെ തനിക്ക് അപ്പൊ പറയാറുന്നല്ലോ പറ്റില്ലെന്ന്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല. എടോ പ്രമിത, ഇത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ എടുക്കരുത്. ഈ സെറ്റിൽ എത്ര പേരാ വർക്ക് ചെയ്യുന്നതെന്നറിയോ? അവരുടെയൊക്കെ ജീവിതമാണ് ഈ പ്രൊജക്ട്. അതിനിപ്പോ എന്താ? അതിനിപ്പോ എടോ താൻ കാരണമല്ലേ ഇപ്പൊ ഈ ഷൂട്ട് നിന്നിരിക്കുന്നത്. ഞാനൊരു ഉമ്മ വെച്ചാ ഇവിടെ എല്ലാവരുടെയും പ്രശ്നം അങ്ങ് തീരുവോ? എടോ താനൊരു പബ്ലിക് ഫിഗർ ആകേണ്ട ആളാണ്. ഇത്ര ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കരുത്. എന്നാ അവി പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല, അവി പറഞ്ഞിട്ട് താനൊന്നും ചെയ്യണ്ട. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. എങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പറയൂ. എടോ ഇതൊരു മസാല പടമൊന്നും അല്ല. ഇതിനകത്തൊരു കിസ്സിങ് സീനൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ തിയേറ്ററിൽ കയറ്റാനുള്ള പരിപാടിയല്ല. തനിക്ക് കഥ അറിയാവുന്നതല്ലേ? അറിയാം.
എടോ ഈ സ്റ്റോറി ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീനാണിത്. ഈ സീനിൻ്റെ പുറകിലുള്ള ഇമോഷൻ തനിക്ക് അറിയാലോ. ഈ സീനെ തിരുത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ കഥയെ പോയി. ഞാനിങ്ങനെ ഒരു സീൻ ചെയ്യുന്നതിൽ അവയ്ക്ക് പ്രശ്നമൊന്നുമില്ലേ? എടോ എനിക്കെന്ത് കുഴപ്പം? യു ആർ എ പ്രൊഫഷണൽ ആക്ട്രസ്. വൈ വുഡ് ഐ ജഡ്ജ് യു? എടോ അത് മാത്രമല്ല, ഒരു പ്രൊഫഷണൽ ആക്ട്രസ് ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്കിന് വിലയുണ്ടാവണം. തോന്നുമ്പോൾ വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കരിയറിനെ മാത്രമല്ല കുറേ പേരുടെ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. എടോ സ്വയം എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത് തനിക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടാവരുത്. അതപ്പോൾ വിശ്വാസവഞ്ചനയാണ്. അങ്ങനെയുള്ളവർ വിശ്വസിക്കാൻ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവി, എന്താ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോൾ ഇക്കൊള്ളണം നടന്നിട്ട്. സീരിയസ്ലി? പ്രമിത റെഡിയാവുകയാണ്. എടാ നീ ഇതെങ്ങനെ സംഭവിപ്പിച്ചടാ? അല്ല, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഗ്രാഫിക്സാണ്. ഷോട്ട് എടുക്കുമ്പോൾ അവിടെ ഡയറക്ടറും ക്യാമറമാനും പിന്നെ ആർട്ടിസ്റ്റും മാത്രമേ പാടുള്ളൂ. ഈ ഞാൻ പോലും അവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പൊ ക്യാമറയും Done. ജയ, എല്ലാം സെറ്റ്. ഓക്കെ ഗുഡ്. എന്താ അത്? അങ്ങനെയൊന്നുമില്ല. എന്ത് എന്ത്? സാമിനെ സമ്മതിക്കണം. അതെ. ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച് ചട്ടിയൊക്കെ എടുത്ത് എനിക്കിത്ര ക്ഷമയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്? ഗാർഡൻ ഇഷ്ടമാണ്, ഗാർഡനിങ് നോപ്പം. അപ്പോൾ അല്ല, ദിവ്യയുടെ FB കണ്ടതോ? ഫേസ്ബുക്കിൽ എന്ത് കണ്ടു? ലൈക്സിൽ പെയിന്റിങ്, ഡാൻസിങ്, ഗാർഡനിങ്. ഓ അതോ, അത് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ചുമ്മാ ഒരു ജാടൊക്കെ ഇട്ടതല്ലേ. അമ്മ ഉണ്ടാക്കിയ ഗാർഡന്റെ പിക്സ് എടുത്തിട്ടു. വല്ലാത്ത ചതിയായിപ്പോയി. അല്ല, നീ അത് കണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്യണേ? എനിക്ക് പണ്ടേ ഗാർഡനിങ് ഇഷ്ടമല്ലേ. ഞാൻ പ്രകൃതി സ്നേഹിയാണ്. ഞാനൊരു കഥ പറയട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ കഥയാണോ? അതേത്? അതൊക്കെ ഉണ്ട്. നീ നിന്റെ കഥ പറ. ഇതൊരു ഗുണ്ടയുടെ കഥയാണ്. ഗുണ്ടയെന്ന് പറഞ്ഞാൽ പണ്ട് വലിയ ഗുണ്ടയായിരുന്നൊരു ഗുണ്ട, ഒരു പാവം ഗുണ്ട. ആ ഗുണ്ട കല്യാണം കഴിച്ച് നന്നാവാൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ഗുണ്ടയ്ക്കൊരു മോളുണ്ടായി. ഗുണ്ടാപ്പണി നിർത്തിയപ്പോൾ മോളുണ്ടായോ? അതെങ്ങനെ? നീ എന്തിനാ അവനെ നക്കീന്ന് വിളിച്ചാ? നക്കിയപ്പനെ നക്കിയെന്നല്ലാണ്ടെന്ന് വിളിക്കും. അവൻ നിന്റെ ഫ്രണ്ട് അല്ലേ? മരപ്പട്ടി കൂട്ടുന്നാണല്ലോ. മരപ്പെട്ട നിന്റെ അമ്മായി. അതെ, അവന്റെ പേരെന്താ പറഞ്ഞ? നിശാന്ത. അങ്ങനെ എന്തോ ആണ്. നീ അവനെ അവോയ്ഡ് ചെയ്തപ്പോഴേ അവന് സങ്കടമായെന്ന് തോന്നുന്നു. പാവാടാ. പാവാടയും ബ്ലൗസും ഒന്നും അല്ല സങ്കടം. അവൻ എന്നെ എത്ര സങ്കടപ്പെടുത്തിണ്ടറിയോ? കള്ളൻ. കള്ളനാണോ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. കള്ളൻ എന്ന് പറഞ്ഞാൽ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവനാണ്. ആ എന്തിന്? എന്ത് അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നത്? അപ്പം എന്ന് പറഞ്ഞാൽ ആ അപ്പല്ല, അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കാന്ന് പറയില്ലേ, അവസരവാദിയാണെന്ന്. ഓ അങ്ങനെ. ആ, ഞാനും അവനും പണ്ട് വലിയ കൂട്ടുകാരായിരുന്നു. ഒന്നിച്ചാണ് സിനിമയിലൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയത്. എന്നിട്ട് നിന്നാ മൂപ്പര് സിനിമയ്ക്ക് ഒരു കാണും, അല്ലാണ്ട് നിന്നാ. എടാ, സിനിമ നിന്റെ ചായക്കടയല്ല, തോന്നുമ്പോ കയറി ഉറങ്ങും ചെയ്യാൻ. ഞാൻ ചായക്കടയിലെങ്കിലും കയറി. എന്നിട്ട് ഇരട്ട തിരക്കഥാകൃത്തുക്കളാവാനായിരുന്നു പരിപാടി. ഈ സിദ്ദിഖ് ലാൽ, ബോബി സഞ്ജയ്, സലീം ജാവേദ്, അങ്ങനെയൊക്കെ പറ്റില്ലേ. നീ അവന്. എന്നിട്ടെന്താണ്, നല്ലൊരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ അവൻ ബാംഗ്ലൂരേക്ക് മുങ്ങി. അപ്പൊ സിനിമയോ? സിനിമ രക്ഷപ്പെട്ട്. എന്നിട്ട് നിന്നെ വിളിച്ചില്ലേ? എന്തിന്? അയാള് രക്ഷപ്പെടാനല്ലേ പോയത്, ഇയാളെ വിളിക്കണം. ഇവനേതായാലും രക്ഷപ്പെടൂല. എന്നിട്ട് അവന്റെ കുഞ്ഞമ്മയുടെ കല്യാണം പറഞ്ഞിട്ട് പോടാ. എന്നിട്ട് എന്തായിണ്ടാവും? ഇവിടെ കഥ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ പാവം ഗുണ്ടയ്ക്ക് മനസ്സിലായി ഈ പോലീസ് ഓഫീസറുടെ 3 പെൺകുട്ടികളിൽ ഒരാൾ ഗുണ്ടയുടെ മോളാണ്. ഗുണ്ടക്കുട്ടി. പക്ഷെ അത് ഏത് കുട്ടിയാണെന്ന് നമ്മുടെ പാവം ഗുണ്ടയ്ക്ക് അറിയില്ല. DNA ടെസ്റ്റ് നടത്തിയ പോരെ? അത് മതി. പക്ഷെ ഗുണ്ടയ്ക്ക്
അതൊന്നും അറിയില്ലല്ലോ. അല്ല അതല്ല അന്ന് ഈ DNA ടെസ്റ്റ് ഒന്നും വന്നിട്ടില്ല. DNA ടെസ്റ്റ് വന്നിട്ടില്ലേ? അപ്പൊ ഇത് പണ്ടത്തെ കഥയാണോ? 1986 UK മർഡർ കേസിലാണ് ആദ്യമായിട്ട് DNA ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഗുണ്ടയ്ക്ക് അതൊന്നും അറിയില്ല. ഓ അങ്ങനെ. പക്ഷേ പ്രശ്നം അതല്ല. നമ്മുടെ ഈ ഗുണ്ടയുടെ ഒരു ബോസ് ഉണ്ട്, കാല് ചെയ്യാത്തൊരു താടിക്കാരൻ. കാലിന് എന്ത് പറ്റി? പോളിയോ ഏതാണ്ട് അല്ല ആണിരോഗം. അയ്യോ പാവം. ഈ ബോസിനാണെങ്കിൽ ഭയങ്കര നിർബന്ധം ഈ പോലീസുകാരനെയും 3 പെൺകുട്ടികളെയും ഇപ്പം തന്നെ കൊല്ലണം. എന്നിട്ട് നമ്മുടെ ഈ ആന്റണി അല്ല ഗുണ്ട പാവം ഗുണ്ട, ഈ ഗുണ്ട ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ ബോസ് ഈ 4 പേരെയും തട്ടും. അപ്പൊ എന്തായാലും കൊല്ലും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? ചുമ്മാ പറ. ഗുണ്ടയുടെ ബോസ് പോലീസ് ഓഫീസറെ എന്തായാലും കൊല്ലും, അത് ഉറപ്പാ. ഓക്കെ, ബാക്കി പറ. അച്ഛൻ മരിച്ച വാർത്ത അറിഞ്ഞ് 3 പിള്ളേരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും. അവരെങ്ങനെ ജീവിക്കും? അവർക്ക് വേറെ വഴിയില്ലല്ലോ. അതിനുവേണ്ടി അവർ കിണറ്റിൽ വിഷം കലർത്തും, ഒരുമിച്ച് മരിക്കാൻ. പക്ഷെ ഭയങ്കര ചെയ്ത്തായിപ്പോയി. അമ്മയില്ലാതെ വളർന്ന കുട്ടികളല്ലേ. ഇതൊന്നും അറിയാതെ ഗുണ്ടയും ബോസും തമ്മിൽ മുട്ടനിടി നടക്കും. ഇതിനിടയിൽ ഗുണ്ട കിണറ്റിൽ വീഴും. അയ്യോ അല്ല, ബോസ് കിണറ്റിൽ വീഴും. ബോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ട കിണറ്റിലേക്ക് എടുത്തുചാടും. കിണറ്റിൽ വിഷം കലർത്തിന്ന് അറിയാണ്ട് ഇവർ 2 പേരും ഈ വെള്ളം കുടിച്ച് മരിച്ചു. അപ്പൊ നമ്മുടെ ഈ 3 പെൺകുട്ടികൾ അവര് ഈ വെള്ളം കൊണ്ട് നേരത്തെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ ചായ കുടിച്ചതോടുകൂടി ഇവർ 3 പേരും ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് സെർവന്റ് 108 വിളിച്ച് ആംബുലൻസ് വരുത്തി. ഈ 3 പേരും കൂടെ ആംബുലൻസിൽ ഹോസ്പിറ്റലിന്റെ ഗേറ്റിലേക്ക് കടന്നതും അങ്ങനെ ആംബുലൻസ് പൊട്ടിത്തെറിച്ച് 3 പേരും സ്പോട്ടിൽ ഔട്ട്. അങ്ങനെ ബോസ് ആംബുലൻസിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു, ടൈം ബോംബ്. എന്ത് ചെയ്യാനാ, അവർക്ക് അപ്പോഴാണ് ടൈമായേ. എന്തായാലും എല്ലാരും ചത്തു, കഥയും തീർന്നു. ഇനി നമുക്ക് ചെടി നടാം. താങ്ക് യു പ്രണത, താങ്ക് യു സോ മച്ച്. സർ സോറി സർ. എന്തിന്? അല്ല ഞാൻ കാരണല്ലേ ഇന്ന് ഷൂട്ട് ലേറ്റ് ആയത്. അത്ര ഈസി അല്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്, എന്നാലും അത് കുറച്ച് അൺപ്രൊഫഷണൽ ആയിരുന്നില്ലേ അല്ലേ? ദാറ്റ്സ് ഓക്കെ. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും പ്രൊഫഷണലാണെന്ന്. പ്രേമത ആദ്യം ഒന്ന് മടിച്ചപ്പോഴല്ലേ ഞാനും കുറച്ച് അപ്സെറ്റായി. ഒരു തരത്തിൽ അതൊരു അൺപ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ്. നമ്മളെപ്പോഴും എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്നല്ലേ? അല്ലേ? യെസ്. പിന്നെ ഈ സീൻ്റെ റിസൾട്ട് സ്ക്രീനിൽ കാണുമ്പോൾ പ്രേമതയ്ക്ക് മനസ്സിലാവും ചെയ്ത് 100% ശരിയായിരുന്നു. ഐ പ്രോമിസ് യു ദാറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. പണിപാളി. അയ്യോ പോയാ, ടെൻഷനായല്ലോ. നീ ഒരു മലയാളിയായിട്ട് മമ്മൂക്കാന്റെ കൗരവരുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ നീ. ഇത് കണ്ടിട്ട് നീ എന്നെ ഇവിടുന്ന് എഴുന്നേറ്റാ മതി. എനിക്ക് കാണണ്ട, ഒരു ബോംബോട്ട് ഒരിക്കലാണ് അങ്ങോട്ട് പോയി. ബോംബൂട്ടി മരിക്കോ? അതിപ്പോ നിനക്ക് ക്ലൈമാക്സ് അറിയില്ലല്ലോ. ക്ലൈമാക്സിൽ ഞാൻ എന്റേതായ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എടീ നീ ആള് കൊള്ളാലോ. നമ്മളൊക്കെ ഇവിടെ സിനിമ ഉണ്ടാക്കാനാണ് തിരക്കഥ എഴുതുന്നത്. നീ 25 കൊല്ലം മുമ്പ് റിലീസായ പടത്തിന്റെ തിരക്കഥ എഴുതിയല്ലേ? 27 years 1992 ഒരു വാലന്റൈൻസ് ഡേയിലാണ് കൗരവ് റിലീസായത്. അയ്യോ എന്റെ മോനെ, നീ വിക്കിപീഡിയ നോക്കിയിരിക്കണ സമയം കുറച്ച് ആ സിനിമയ്ക്ക് മാറ്റി വെച്ചിരുന്നെങ്കിൽ നിന്റെ പാവം ഗുണ്ടയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയായിരുന്നു കേട്ടാ. ഇനിയിപ്പോ നീ നിന്റെ ഗുണ്ടയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം കാണു. കാണടാ. അപ്പോ കിണറ്റിലെ വിഷം വരും, വെയിറ്റ് ചെയ്യും. ഏത് കാണാറ്?
അല്ല അപ്പോ ആംബുലൻസിൽ പോകുമ്പോ വെക്കുന്ന സീൻ കട്ട് ചെയ്ത് കളഞ്ഞാ? സാമേ, നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയാണ് ഈ സിനിമ എന്ന് പറയണത്. ചില സാഡ് സീൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഹാപ്പി എൻഡിങ് എന്തായാലും ഉണ്ടാവും. പ്രതീക്ഷ കൈവിടരുത്. ഒന്നുമില്ലെങ്കിൽ നീ കൊച്ചിയിലെ കോടമ്പാക്കത്തല്ലടാ താമസം. അതെവിടെയാ? കൊച്ചിയിലെ കോടമ്പാക്കം. ഈ വീട് തന്നെ. ഈ വീട്ടിൽ ഫുൾ ടൈം ഒരു മാസ് മസാല എന്റർടൈനർ അല്ലേ? അത് സത്യം. ആ, ഈ മൂന്നാം പാക്കം നല്ല പടമാണ്. മൂന്നാം പാക്കമല്ല, നേരത്തെ പറഞ്ഞ കോടമ്പാക്കം. ഇത് മൂന്നാം പക്കം. മൂന്നാം ഡാ, പക്കം ഡാ, നിനക്കതൊന്നും കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല കേട്ടാ. അല്ലേ പോട്ടെ, കണ്ടോട്ടെ. ക്ലാസിക്കല്ലേ. സാറിലെ കണ്ടാ വരുമോ?